ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. താനിതുവരെ കിടന്നില്ലേ? ഇല്ല സൂര്യ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. താനിപ്പോഴും അമ്മ പറഞ്ഞത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അത് മാത്രല്ല സൂര്യ, എല്ലാം കൊണ്ടും മനസ്സാകെ വല്ലാത്തൊരവസ്ഥയില. ഞാൻ ഇത്രയും സ്നേഹിച്ച മാനസ പോലും ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. എത്രയൊക്കെയായാലും ഒരിക്കൽ സുനിൽ മാനസയുടെ ആരൊക്കെയോ ആയിരുന്നു എന്നല്ലേ മാനസ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്തിനാ മാനസ സുനിലിനെ അവൻ ഇവനെന്നൊക്കെ വിളിക്കുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറാണ് ഭാവന. എല്ലാവർക്കും ഞാനോ താനോ ആകാൻ പറ്റില്ലല്ലോ. മാനസയ്ക്ക് മൊത്തത്തിലൊരു മാറ്റമുണ്ട്, അത് ഞാനും മനസ്സിലാക്കി. പക്ഷേ അമ്മയ്ക്കിപ്പോഴും അവള് പറയുന്നതാണ് ശരി. അത് മറ്റൊന്നും കൊണ്ടല്ല സൂര്യ, നമുക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി മാനസ തയ്യാറായതല്ലേ. അപ്പൊ പിന്നെ മാനസ പറയുന്നതെല്ലാം ആന്റിയും വിശ്വസിക്കും. എന്തായാലും ഈ രാത്രി താൻ ഉറങ്ങാതിരുന്ന് ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാനിന്ന് സമാധാനപ്പെട്ടത്. അല്ലെങ്കിൽ ആ മഹേന്ദ്ര ശർമ്മയോടും ഭാര്യയോടൊപ്പം സുനിലിനെ ഞാനിന്ന് ഇവിടുന്ന് പറഞ്ഞയക്കുമായിരുന്നു. സുനിൽ മാനസ ഇല്ലാതെ ഇവിടുന്ന് പോവില്ല സൂര്യ, അതെനിക്ക് ഇന്ന് ബോധ്യമായി. എന്തായാലും നമുക്ക് സമാധാനമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. കുടുംബ ബന്ധങ്ങളുടെ വില എന്താണെന്നൊന്നും ഇവർക്കറിയില്ല ഭാവന. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും. അതെ സൂര്യ, നമ്മളിപ്പോ പ്രശ്നം വലുതാവാതിരിക്കാനാ നോക്കുന്നത്. ഇതിപ്പോ എവിടെ പോയി അവസാനിക്കുമെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാനാണെങ്കിൽ ഇതുവരെ ഭാനുവിനെ പോലും ഒന്ന് വിളിച്ചിട്ടില്ല. അവളിന്ന് ക്യാമ്പിന് പോകുന്ന കാര്യം എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. അതിനെന്താ, ഇപ്പൊ വിളിച്ചാൽ മതിയല്ലോ. ഏയ് വേണ്ട, ഇനിയിപ്പോ രാവിലെ വിളിക്കാം. മിക്കവാറും അവള് കിടന്നിട്ടുണ്ടാവും. നേരം ഇത്രയായില്ലേ. അവളുടെ ആദ്യത്തെ മെഡിക്കൽ ക്യാമ്പാ. വലിയ ഉത്സാഹത്തോടെയാ അവള് പോയിരിക്കുന്നത്. ഒരിക്കൽ നമ്മൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്താൽ പിന്നെ ഒരു ക്യാമ്പും നമ്മൾ മിസ് ചെയ്യില്ല. ഞാൻ എത്ര മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? 68. കറക്റ്റ് സൂര്യ, എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒന്ന് കാണാൻ പറ്റുമെന്നൊക്കെ സ്വപ്നം കണ്ട് നടന്ന ഒരു കാലം ഈ പാവത്തിനുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടൊരു എണ്ണമായി ഈ പറഞ്ഞത്. ഇതിൽ പകുതിയിൽ കൂടുതൽ ക്യാമ്പ് സ്ഥലത്തും ഞാൻ തന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ സൂര്യ ഒരു ഫ്രണ്ടായിരുന്നു. സൂര്യയുടെ മനസ്സിൽ അങ്ങനെ അല്ലായിരുന്നല്ലേ? തന്റെ മനസ്സിലും അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. എന്ത് തെളിവ്? ഊട്ടിയിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് താൻ കാണിച്ച പരിഭവവും പിണക്കവും ഒക്കെ ഒരു കാമുകിക്ക് മാത്രമേ കാണിക്കാൻ പറ്റൂ. പിന്നെ എന്താ മറുപടിയില്ലേ? പ്രണയം അറിഞ്ഞിട്ടും അത് മനസ്സിൽ ഒളിപ്പിച്ച് കാമുകനായ കൂട്ടുകാരനെ വട്ടം ചുറ്റിച്ചിട്ടുള്ള ഒരേ ഒരു കാമുകിയെ ഈ ലോകത്ത് കാണും. അത് എന്റെ മുന്നിലിരിക്കുന്ന താന. ദുഷ്ട, പിന്നെ കളിയാക്കുന്നു. കളിയാക്കുന്നു.
ഹലോ ആരാ? ഹലോ, ഭാവനച്ചല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ ഭാനുവിന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാ. ഹലോ, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളത്? ഹലോ ഹലോ ഹലോ, എന്താ സംഭവിച്ചെന്ന് പറയൂ. സൂര്യ, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. പെട്ടെന്ന് വാ. എവിടേക്ക്? ഞാൻ പറയാം, വാ. ഭാവന, എന്താ? ഭാവനേച്ചയില്ലേ? ആ അതെ, ഞാനാ ഭാവനേച്ചയെ ഫോൺ വിളിച്ചത്. ഭാനു എവിടെ? റൂമിലുണ്ട്. താനാരാ? എന്താ പേര്? ഭാനു.